എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഓരോ ദിവസം കഴിയുന്തോറും വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കുതിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നു. വിജയത്തിലേക്ക് മുന്നോട്ട് പോകാൻ പല സ്റ്റെപ്പുകളുമുണ്ട്. എന്നാൽ ഒരുപക്ഷെ ആദ്യത്തെ സ്റ്റെപ്പ് വളരെ വലുതായിരിക്കാം. ആ ആദ്യത്തെ ഒന്നാമത്തെ സ്റ്റെപ്പിൻ്റെ അടുത്ത് വന്ന് സ്റ്റക്കായി നിൽക്കുന്ന പലരും ഉണ്ടാകും. എന്നാൽ ഒരു കാര്യം അറിയാമോ? ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കയറാമോ? 2 തൊട്ടുള്ള 100 സ്റ്റെപ്പുകൾ വളരെ എളുപ്പമായിരിക്കും ഒരുപക്ഷെ. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റെപ്പ് വളരെ വലുതായിപ്പോയി, അതുകൊണ്ട് എനിക്ക് ഇത് കയറാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിൽക്കരുത്. നിങ്ങൾ അതിനു വേണ്ടി ഒരു വലിയ ശ്രമം നടത്തുക. പിന്നത്തേതിൽ നിങ്ങൾ പറയും, ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു വെച്ചത് കൊണ്ടാണ് എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. ഇന്നും പലരും ഭാരപ്പെടുന്നത് വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വലിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്, വളരെ കാര്യങ്ങൾ തയ്യാറാക്കുകയാണ്. എന്നാൽ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വെക്കില്ല. എല്ലാവർക്കും പേടിയാണ്, കാരണം ആദ്യത്തെ സ്റ്റെപ്പാണ് പേടി. യേശു വള്ളത്തിലുള്ള പത്രോസിനോട് വരാൻ പറഞ്ഞു. ആദ്യത്തെ സ്റ്റെപ്പ് വെക്കാൻ പത്രോസിനൊരു പേടി കാണും. അവൻ ആ കാലെടുത്ത് വെച്ചപ്പോൾ കാല് താഴുന്നില്ല, അവൻ നടന്നു. പിന്നത്തേതിൽ കാറ്റും കോളും നോക്കിയപ്പോൾ അവൻ അവിശ്വാസം കൊണ്ട് മുങ്ങാൻ പോയപ്പോൾ യേശു അവനെ പിടിച്ച് ഉയർത്തി, വെള്ളത്തിൻ്റെ മുകളിൽ ഉയർത്തി നിന്നു. എന്തുകൊണ്ട് ബാക്കി 11 പേര് സ്റ്റെപ്പ് വെച്ചില്ല? ഒരു സ്റ്റെപ്പെങ്കിലും എടുത്തു വെച്ച് നോക്കാമായിരുന്നില്ലേ? മുങ്ങത്തില്ലായിരുന്നല്ലോ. കാരണം അങ്ങനെ ഒരാൾ മുങ്ങാൻ പോയാൽ കർത്താവ് വിടുവോ? ഇനി പത്രോസിനോടാണ് പറഞ്ഞത്, പത്രോസിനോടാണ് വരിക എന്ന് പറഞ്ഞത്. ശരി, ബാക്കിയുള്ളവരെയും തിരഞ്ഞെടുത്തതല്ലേ. അവർ വിശ്വാസത്തിൻ്റെ ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചു, നേരെ വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോയി. കർത്താവ് പറയും, ഞാൻ അവനോട് വരാൻ പറഞ്ഞില്ല, അതുകൊണ്ടാണ് യോഹന്നാൻ മുങ്ങിപ്പോയത്, ചത്തത് എൻ്റെ കുഴപ്പമല്ല എന്ന് പറയോ? ഇല്ല. യേശു ഉണ്ടെങ്കിൽ എല്ലാവർക്കും സ്റ്റെപ്പ് വെക്കാം. നമ്മൾ പറയുന്നത് അതിന് ഒരു വ്യാഖ്യാനമാണ്. എന്താണ്? വരിക എന്ന് പത്രോസിനോട് മാത്രം പറഞ്ഞു. ഇല്ല, വിശ്വാസമുള്ള ആർക്കും സ്റ്റെപ്പ് വെക്കാം. കർത്താവ് അവിടെ ഇല്ലേ? നീ മുങ്ങിത്താഴുന്നത് കർത്താവ് നോക്കി നിൽക്കുമോ? ഈ സത്യം അറിയുക, മുന്നോട്ട് ചുവട് വെക്കുക. നിന്നോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല എന്ന കാരണം പറഞ്ഞ് നീ സ്റ്റെപ്പുകൾ വെക്കാതിരിക്കരുത്. വെക്ക്. കുറേ പരാജയപ്പെടുമ്പോൾ വെള്ളം കുടിക്കും, ചിലപ്പോൾ കടലിലെ ഉപ്പുവെള്ളം ചിലപ്പോൾ കുടിച്ചെന്നിരിക്കും, തിരമാല കണ്ട് പേടിച്ചെന്നിരിക്കും. എന്നാൽ കൈ പിടിച്ചുയർത്തുവാൻ ഒരുവനുള്ളപ്പോൾ, പിടിച്ചു നിർത്താൻ കഴിവുള്ള ഒരുവനുള്ളപ്പോൾ, കൈവിടാത്ത ഒരുവനുള്ളപ്പോൾ എന്തുകൊണ്ട് ചുവടുകൾ വെച്ചുകൂടാ? ആദ്യത്തെ സ്റ്റെപ്പ് നീ വെക്ക്, ബാക്കി സ്റ്റെപ്പുകൾ എളുപ്പമായിരിക്കും. എന്ത് കാര്യത്തിനും, ഒരു ബിസിനസ് തുടങ്ങാൻ ആദ്യ ചുവട് വെക്ക്. ആദ്യ ചുവട് വലുതായിരിക്കാം, പിന്നത്തെ ചുവടുകളെല്ലാം വളരെ ചെറുതാകാൻ സാധ്യത കൂടുതലാണ്. എന്ത് കാര്യത്തിലും, ഒരു വിദ്യാഭ്യാസ മേഖലയിൽ തിരിയുന്നത്, ഒരു ചുവട് വെക്ക്. എനിക്ക് ആ കോഴ്സ് എടുക്കണം, ചുവട് വെക്ക്. ആദ്യത്തെ ചുവട് പാടാണ്, കാരണം പുസ്തകം മേടിക്കണം, അവിടെ അഡ്മിഷൻ എടുക്കണം, ഇതെല്ലാം വലിയൊരു സ്റ്റെപ്പാണ്. പിന്നീട് അത് അങ്ങോട്ട് പൊയ്ക്കോളും. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം ഏകദേശം മനസ്സിലായി. ചിലർ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കും, എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല, കാരണം എനിക്ക് വീടില്ല, എനിക്ക് നല്ല വരുമാനമില്ല. നിനക്ക് വിവാഹം കഴിക്കാൻ സമയമായെങ്കിൽ, ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള സ്റ്റെപ്പ് വെക്ക്. ഒരു ദിവസം നടക്കും? ഇല്ല, ഒരിക്കലും നടക്കൂല. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് നടക്കരുത്. വിശ്വാസത്തിൻ്റെ ചുവടുകൾ വെച്ചവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. അതിനുള്ള കൃപ കർത്താവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. യേശു നിങ്ങളോട് കൂടെയുണ്ട്.
ധൈര്യപ്പെടുക. വലിയ സ്റ്റെപ്പ്, ആദ്യത്തെ വലിയ സ്റ്റെപ്പ് വെക്കുക. ബാക്കിയെല്ലാം ആരുടെ സഹായമില്ലാതെ നിങ്ങൾ തന്നെ മുന്നോട്ട് വയ്ക്കും. ആദ്യത്തെ സ്റ്റെപ്പ് വെക്കാൻ ചിലപ്പോൾ ആരുടെയെങ്കിലും സഹായം വേണ്ടി വരും. ബാക്കി സ്റ്റെപ്പുകളെല്ലാം വളരെ ഈസിയായി മാറും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലേക്ക് വരാം. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും. അതിൻ്റെ മുകളിൽ നമ്മൾ വായിച്ചത് ജഡസ്വഭാവമുള്ളവർ ജഡത്തിനും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുമുള്ളത് ചിന്തിക്കുന്നു. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നത് ഏത് ചിന്ത മരണം കൊണ്ടുവരും, ഏത് ചിന്ത ജീവനും സമാധാനവും കൊണ്ടുവരും. നല്ല ചിന്ത, നല്ല സ്വഭാവം, നല്ല ജീവിതം, നല്ല പൂർത്തീകരണം, സമൃദ്ധി കൊണ്ടുവരും. അതാണ് ജഡത്തിൻ്റെ ചിന്ത മരണം. ജഡ മരണമേ കൊണ്ടുവരും. അതായത് മനുഷ്യ ശരീരത്തിലെ ചിന്തകളെല്ലാം മരണത്തിലെത്തും. രക്ഷിക്കപ്പെടാത്ത ഒരാൾ, യേശുവില്ലാത്ത ഒരാൾ, അയാൾ ചിന്തിക്കുന്ന ഏറ്റവും ഒടുവിൽ എന്താ? ഈ ഭൂമിയിൽ ജീവിച്ച് വലിയവനായി ധനവാനായി, ധനവാൻ മരിച്ചു, അവന് നല്ല അടക്കം കിട്ടി, മരണം. ലാസർ മരിച്ചു, അവനെ ദൂതന്മാർ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി, നിത്യജീവൻ. ധനവാൻ യാതന സ്ഥലത്ത് കിടക്കുന്നു, മരണം. യാതന സ്ഥലം സമം മരണം, നരകം സമം മരണം. മരിക്കുന്നവരെത്തുന്ന സ്ഥലമാണ് നരകം. ജീവനുള്ളവരെത്തുന്ന സ്ഥലമാണ് പറുദീസ അല്ലെങ്കിൽ സ്വർഗം. ദൈവവചനം അത് പറയുന്നു, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെന്താ തെളിവ്? ദൈവവചനം. ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത വചനം അത് പറയുന്നു. എങ്കിലും അതിനെന്താ ഉറപ്പ്? യേശു പറഞ്ഞു. യേശുവാണ് വഴിയും സത്യവും ജീവനും. യേശു പറഞ്ഞതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ യേശുവിനെ വിശ്വസിക്കുന്ന ദൈവ പൈതലാണ്. യേശു പറഞ്ഞു എന്ന കാരണത്താൽ സ്വർഗവും നരകവും ഉണ്ട്. യേശു പറഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവെന്താണ്? യേശുവിൻ്റെ കൂടെ നടന്നവർ ഇത് എഴുതി. ഇവരിത് എഴുതിയത് കള്ളത്തരമാണ് എന്താ തെളിവ്? ഇല്ല, പലതിലും എഴുതിയിട്ടുണ്ട്. 4 സുവിശേഷവും ശരിയാണെന്ന് എന്താ തെളിവ്? ഇത് പഴയ നിയമത്തിൽ ഇതിൻ്റെ നിഴല് കിടപ്പുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ കള്ളത്തരമാകില്ല. അങ്ങനെയാണ് ബൈബിളിനെ മനസ്സിലാക്കേണ്ടത്. ഒന്നിന് ഇണയല്ലാതിരിക്കില്ല. ദൈവത്തിൻ്റെ വായത്രേ കൽപ്പിച്ചത്, ദൈവത്തിൻ്റെ ആത്മാവത്രേ കൂട്ടി വരുത്തിയത്. ദൈവവചനം പറയുന്നു ജഡത്തിൻ്റെ ചിന്ത മരണമാണ്. ഈ ഭൂമിയിൽ യേശുവിനെ കൂടാതെ ചിന്തിക്കുന്നവരെല്ലാം മരണം വരെ ചിന്തിക്കൂ. അതാണ് ജഡത്തിൻ്റെ ചിന്ത. ഈ ഭൂമിയിൽ ഏറ്റവും നല്ല സിനിമാ നടനാകണം, ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും നല്ല ഒരു ഫുട്ബോൾ താരമാകണം, മെസ്സിയെ പോലെയാകണം, ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെയാകണം, റൊണാൾഡീഞ്ഞോയെ പോലെയാകണം, പിന്നെ ആരാ, മറഡോണയെ പോലെയാകണം, പെലെയെ പോലെയാകണം. എനിക്ക് പഴയ ആൾക്കാരുടെ പേരെ അറിയാം, പുതിയ ആൾക്കാരുടെ പേര് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കറിയാം. അങ്ങനെ ആയാൽ എന്താണ്? ഫേമസ് ആകും, അവരുടെ ശമ്പളം വലുതാണ്, വരുമാനം വലുതാണ്, അവരുടെ ഒരു ഫോട്ടോ മതി, അതിന് പരസ്യത്തിന് ഭയങ്കര വിലയാണ്. ലോകത്തിലേറ്റവും സമ്പന്നനാകാം, ലോകത്തിലേറ്റവും വലിയ പ്രസിദ്ധനാകാം, ലോകത്തിലേറ്റവും നല്ല യാത്രാ വിമാനങ്ങൾ ഉണ്ടാകും, ലോകത്തിലേറ്റവും വലിയ ആഡംബരത്തിൽ ജീവിക്കാം, ലോക രാജ്യങ്ങളിൽ ബഹുമാനമുള്ളവനാകും, ഗവൺമെൻറ് പോലും തോളിലേറ്റിക്കൊണ്ട് നടക്കും, ഒടുവിൽ വയസ്സായി മരിക്കും. ജഡത്തിൻ്റെ ചിന്ത മരണം. ബിൽ ഗേറ്റ്സിനെ പോലെയാകാം, അംബാനിയെ പോലെയാകാം, ശ്രേഷ്ഠമായ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ മരണം. ശരീരം എപ്പോഴും ഈ ഭൂമിയിലെ വിജയം, പിന്നത്തേതിൽ മരണം, അവിടം വരെയുള്ളൂ. എന്നാൽ ആത്മാവിൻ്റെ ചിന്ത
മരണത്തിനപ്പുറമാണ്. അതുകൊണ്ടാണ് ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിപ്പിനെന്ന് ദൈവമക്കളോട് പൗലോസ് പറയുന്നു. എന്ത് ചിന്തിക്കണം? അതൊരു കൽപ്പനയാണ്. അതായത് രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും ഭൂമിയിലുള്ളത് ചിന്തിക്കാം. അതുകൊണ്ടാണ് ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ള ശ്രേഷ്ഠത ചിന്തിപ്പീൻ. അതിൻ്റെ അർത്ഥം ഭൂമിയിലുള്ള ഒന്നും വേണ്ടേ? ഭൂമി കഴിഞ്ഞിട്ടേ സ്വർഗമുള്ളൂ. ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നവർക്ക് ഭൂമിയിലും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവൻ ഉറപ്പാണ്. ഭൂമിയിലുള്ളത് മാത്രം ചിന്തിക്കുന്നവൻ അവൻ ഭൂമി കൊണ്ട് തീരും. നിത്യതയെക്കുറിച്ച് ചിന്തിക്കുന്നവന് ഈ ഭൂമിയിലും വരുവാനുള്ള ലോകത്തിലും, ഒന്നുകൂടി കർത്താവ് പറഞ്ഞു, ഈ ഭൂമിയിൽ 100 മടങ്ങും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനും. അത് ഉറപ്പാ. കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അപ്പോൾ ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും. കുറേ പൈസ ഉണ്ടെങ്കിൽ സമാധാനമായി. നല്ലൊരു വീടുണ്ടെങ്കിൽ മരിച്ചാലും കുഴപ്പമില്ല, പിള്ളേർക്കൊരു വീടായല്ലോ, ഭാര്യ വാടക വീട്ടിലോട്ട് മാറണ്ടല്ലോ, സമാധാനമായി. ഒരു വണ്ടിയുണ്ട്, മഴക്കാലത്ത് സമാധാനമായി. അപ്പോൾ ആത്മാവിൻ്റെ ചിന്തയുള്ളവനോ, അവൻ്റെ സമാധാനം രക്ഷിക്കപ്പെടുന്ന വ്യക്തിക്കുള്ള സമാധാനം. ചിലപ്പോൾ ഒന്നുമില്ലെങ്കിൽ അപ്പോഴും സമാധാനപ്പെടുക. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നവർക്ക് എല്ലാം ഉണ്ടാകുമ്പോഴാണ് സമാധാനം ഉണ്ടാകുന്നത്. പിന്നത്തേതിൽ അതിന് സമാധാനമില്ല. വീട് കിട്ടി, സമാധാനമായി. 1 മാസം കഴിഞ്ഞപ്പോൾ കറണ്ട് ബില്ല് അടക്കണം, അയ്യോ സമാധാനം പോയി. ടാക്സ് അടക്കണം, ഉള്ള സമാധാനം പോയി. വീട് വെച്ചത് ഇത്തിരി ലോൺ എടുത്താണ്, ലോൺ അടക്കണം, അതിൻ്റെ പലിശ, കൂട്ടുപലിശ, സമാധാനം പോയി. ഭൂമിയിൽ ഉള്ള പലതിനും സമാധാനക്കേടുമുണ്ട്. എന്നാൽ നിത്യജീവന് സമാധാനക്കേടില്ല. അത് പെർഫെക്റ്റാണ്. ആത്മാവിൻ്റെ ചിന്ത. അപ്പോൾ ആത്മാവിൻ്റെ ചിന്തയുള്ളവർക്ക് വീടില്ലേ? പിന്നില്ലാട്. ഈ ഭൂമിയിൽ 100 മടങ്ങ് ദൈവം തന്നിരിക്കും. ഒരു വീടിൻ്റെ കാര്യമാണ്, രാജകീയമായിട്ട് തരും. യാത്രാ സൗകര്യമോ രാജകീയമായിട്ട് തരും. ബന്ധങ്ങളോ, കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി ഉടനെ ജഡത്തിൻ്റെ ചിന്ത, അയ്യോ ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഇവരെല്ലാം നമ്മളെ വിട്ടേച്ചു പോകും. അവർ വിട്ടേച്ചു പോകും. വീട്ടുകാരെതിർക്കും. എന്നാൽ എൻ്റെ നാമനിമിത്തം ആരെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും 100 മടങ്ങ്. അതിൻ്റെ അർത്ഥം അതിനേക്കാൾ ബെസ്റ്റ് ബന്ധങ്ങൾ തരും. നല്ല ബന്ധങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ. നല്ല ബന്ധങ്ങൾ ദൈവം നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്, ഏറ്റവും നല്ല ബന്ധങ്ങൾ. ചില ചീത്ത അല്ലെങ്കിൽ നമ്മളോട് ആത്മാർത്ഥമില്ലാത്ത ചില ബന്ധങ്ങൾ സുവിശേഷ നിമിത്തം പോകണം. അതിനുശേഷം നിലനിൽക്കുന്ന നല്ല ബന്ധങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ. അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ടും തരും. അവരുടെ നമ്മൾ കല്യാണം വിളിച്ചാൽ അവരും കല്യാണം വിളിക്കും, നമ്മൾ ചിരിച്ചാൽ അവരും ചിരിക്കും. അങ്ങനത്തെ കുറേ ബന്ധം മതിയോ? അല്ല. സ്വാർത്ഥതയില്ലാത്ത, നമ്മുടെ വളർച്ചയിൽ താല്പര്യമുള്ള, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മുടെ ഉയർച്ച ആഗ്രഹിക്കുന്ന, നമ്മെ എൻകറേജ് ചെയ്യുന്ന ബന്ധങ്ങൾ വേണ്ടേ? ആ ബന്ധങ്ങൾ വേണമെങ്കിൽ അബ്രഹാമിനെ പോലെ പുറപ്പെടണം. ചാർച്ചക്കാരെ പിതൃഭവനത്തെ സ്വന്തം ദേശത്ത് വിട്ടുകൊണ്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തോട്ട് പോയി. അപ്പോഴാണ് അവൻ മമ്രയിലെത്തി. അവിടെ വലിയ മമ്രെ പോലെയുള്ള മഹാന്മാര് അവൻ്റെ കൂട്ടുകാരായി. എവിടെ ചെന്നാലും അവൻ അവിടെ പ്രഭുവായും ആ ദേശത്തെ പ്രഭുക്കന്മാർ അവൻ്റെ സ്നേഹിതന്മാരുമായി മാറി. അബ്രഹാം ദൈവത്തിൻ്റെ മാത്ര സ്നേഹിതനായിരുന്നില്ല, ദേശത്തെ രാജാക്കന്മാർക്ക് പോലും ബഹുമാനമുള്ളവനായി. ഇസഹാക്ക് അങ്ങനെ, യാക്കോബ് അങ്ങനെയായി മാറി. യാക്കോബിനോട് ലോകത്തിലെ ഏറ്റവും വലിയ രാജാവ് ചോദിച്ചു, വയസ്സ് എത്രയായി? ഫറവോ ചോദിച്ചു. അപ്പോൾ ഇവരെല്ലാം രാജാക്കന്മാരുമായിട്ട് സംസാരിച്ചിരുന്നവരാണ്.
ചിലതൊക്കെ വിട്ടിറങ്ങുമ്പോൾ വലിയ ബന്ധങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ച ഇതോടെ തീരുന്നല്ലോ. പുതിയ ആഴ്ച, വിജയത്തിൻ്റെ ആഴ്ച നമുക്ക് വേണ്ടിയുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ വചനങ്ങൾ കേട്ട, ഈ സന്ദേശം കേട്ട, ഈ ദൈവാലോചന കേട്ട ഓരോ പ്രിയപ്പെട്ടവരും ഉറച്ച തീരുമാനങ്ങൾ ആത്മാവിലെടുക്കട്ടെ. ജഡത്തിൻ്റെ ചിന്ത നിമിത്തം വൈകുന്ന പല കാര്യങ്ങളും, സ്റ്റെപ്പുകൾ എടുത്തു വെക്കാത്ത പല കാര്യങ്ങളും ഇന്നു മുതൽ സ്റ്റെപ്പുകൾ എടുത്തു വെക്കട്ടെ. ഉറച്ച തീരുമാനത്തോടെ യേശുവിലേക്ക് കാലുകൾ എടുത്തു വെക്കട്ടെ. കൂട്ടായ്മയിലേക്ക് വരട്ടെ. തെറ്റായ ബന്ധങ്ങൾക്ക് വേണ്ടി കൂട്ടായ്മ മുടക്കുന്നവർ അതുപേക്ഷിച്ച് നല്ല കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് ചുവടുകൾ വയ്ക്കട്ടെ. നല്ല തീരുമാനങ്ങൾ എടുക്കട്ടെ. നല്ല ബന്ധങ്ങൾ അവർ പ്രാപിക്കട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവിൻ്റെ കരം നിങ്ങളോട് കൂടെയുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഞായറാഴ്ച രാവിലെ 8 മണിക്ക് പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സഭായോഗമുണ്ട്. ഞാൻ US യാത്ര കഴിഞ്ഞ് നിങ്ങളുടെ കൂടെ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ ഉണ്ടായിരിക്കും. കടന്നു വരിക. ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെടാം. ഗോഡ് ബ്ലെസ് യു. നിൻമുഖം കാണേണം, നിൻ സ്വരം കേൾക്കണം, നിന്നിൽ ചേർന്നു ജീവിപ്പ നിന്നെ പോലെ നിൻമുഖം കാണേണം, നിൻ സ്വരം കേൾക്കണം, നിന്നിൽ ചേർന്നു അതിനാണ് അപ്പ ഞങ്ങളിന്ന് കൂടി വന്നത്. നിന്നെ ഞാനുമൻ സർവ്വവും മാനവും നിൻ ഹിതം ചെയ്തിടാം, നിന്നിൽ ചേർന്നു
സ്വരം കേൾക്കണം. നിന്നിൽ ചേർന്നു ഞാനുമൻ സർവവും ഞാനുമൻ സർവവും എന്തന മാനവും നിൻഹിതം ചെയ്തിടാൻ നിന്നിൽ ചേർന്നു എന്നെ ഞാൻ തന്നിടുന്നു. എന്നെ ഞാൻ തന്നിടുന്നു. Yes. നിൻ കയ്യിൽ യാഗമായി സ്വീകരിക്കണേ. നീ നിന്നിൽ ചേർന്നു എന്നെ ഞാൻ തന്നിടുന്നു. എന്നെ ഞാൻ ഒരു യാഗമായി നിൻ കയ്യിൽ യാഗമായി സ്വീകരിക്കണേ. നീ നിന്നിൽ ചേർന്നു നിന്നെ എന്നെ ഞാൻ തന്നിടുന്നു. യേശുവേ നിൻ കയ്യിൽ ജീവനുള്ള യാഗമായി സ്വീകരിക്കണേ. നീ നിന്നിൽ ചേർന്നു നിന്നെ പോലെ നിൻ മുഖം കാണണം. നിൻ സ്വരം കേൾക്കണം. നിന്നിൽ ചേർന്നു ശതരാമാന്തോയെ നിന്നെ പോലാകണം. നിൻ മുഖം കാണണം. നിൻ സ്വരം കേൾക്കണം. നിന്നെ ചേർന്നു ജീവിപ്പാൻ നിന്നിൽ ചേർന്നു നിന്നിൽ ചേർന്നു ഓരോ നിമിഷവും നിന്നിൽ ചേർന്നു എൻ്റെ അവസാന ശ്വാസം വരെയും നിന്നിൽ ചേർന്നു എന്ത് ചെയ്താൽ അങ്ങിൽ ചേർന്നു